Actually, I wanted to start this talk with a picture. Unfortunately, I couldn't show that picture. അതൊരു കേസ് സ്റ്റഡിയാണ്. 2012 ന്യൂ ഇന്ത്യൻ ജേർണൽ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമുണ്ട്. ജസ്റ്റ് ഇമാജിൻ ദ ഫേസ് ഓഫ് 69-year-old അമേരിക്കൻ മാൻ. അയാൾ വന്നത് ഫേസിൽ ഒരു സൈഡ് കംപ്ലീറ്റ്ലി wrinkle, thickness, premature ആയിട്ട് ഏജിങ്, ചെറിയ നോഡ്യൂൾസ്, അത് ഒരു സൈഡായിട്ട് മാത്രം. മറ്റേ സൈഡ് കംപ്ലീറ്റ്ലി സോർട്ട് ഓഫ് നോർമൽ. അയാളുടെ ഏജ് വെച്ച് നോക്കുമ്പോൾ 69-ൻ്റെ ഒരു നോർമൽ റിങ്ക്ലിംഗ്. സോ ദിസ് സൈഡ് വാസ് ബാഡ്. ഇൻവെസ്റ്റിഗേഷൻസ് വെൻറ്റ് ഓൺ. ഇതെന്താ ഇതിൻ്റെ കാരണം, ഒരു സൈഡ് മാത്രം ഇങ്ങനെ വന്നു. സോ കാഷ്വൽ ഇൻ്ററോഗേഷനിൽ ഹീ വാസ് എ ഡ്രൈവർ, ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു, ഡെലിവറി ട്രക്ക് ഡ്രൈവർ for the past 28 years. അയാൾ ഒരേ ട്രക്ക് ഡ്രൈവിംഗ് ആയിരുന്നു. the whole day he used to be out. ഇതിൻ്റെ ഫലമായിട്ട് ഈ അൾട്രാ വയലറ്റ് റേസ് അയാളുടെ ഒരു സൈഡ് ഓഫ് ദ ഫേസിൽ കൂടുതൽ വന്ന് പതിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ചേഞ്ച് ആയിരുന്നു ആ വൺ സൈഡഡ് റിങ്ക്ലിംഗ്, വൺ സൈഡഡ് തിക്കനിങ്. ഓക്കെ, അപ്പോൾ ദിസ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് കേസ് ബിക്കോസ് നമുക്ക് ഒരാളെ പഠനത്തിൽ യു കനോട്ട് സ്റ്റഡി എ പേഴ്സൺ. ഇപ്പോൾ 25 കൊല്ലം UVA റേസ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് ഒരു സൈഡിൽ മാത്രം പതിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റഡി ഈസ് ഡിഫിക്കൾട്ട്. പക്ഷേ ദിസ് വാസ് എ ലിവിങ് എക്സാമ്പിൾ. വിത്ത് ദാറ്റ് വാസ് ദ ഇഫക്റ്റ്. അതിനെ നമ്മൾ യൂണിലാറ്ററൽ ഫോട്ടോ അല്ലെങ്കിൽ ഡെർമറ്റോഹീലിയോസിസ് എന്ന പേരിൽ അതിനെ അറിയപ്പെട്ടു. ദാറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് കേസ്. സോ വിത്ത് ദാറ്റ് ഐ സ്റ്റാർട്ട് ദിസ് ടുഡേസ് ടോപ്പിക് ഓഫ് can sun be dangerous to skin? sun സ്കിന്നിന് ഡേഞ്ചറസ് ആകാമോ എന്നുള്ളതാണ് ചർച്ചാ വിഷയം ടുഡേ. സൺ ഇസ് എ 6 billion year old സ്റ്റാർ. നമ്മൾ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ സമയം മുതലേ സൺ ഹാസ് ഓൾവേസ് ഫാസിനേറ്റഡ് അസ്. അതിൻ്റെ റേസ്, അതിൻ്റെ ഗുണം, അതിൻ്റെ ദോഷം, ഇതെല്ലാം എന്നും റിസർച്ചേഴ്സ് കോൺസ്റ്റൻ്റ്ലി അത് റിസർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ഈച്ച് ഇയർ പുതിയ പഠനം വരും. നാസ അഡ്വാൻസ് ആവുന്നതോടുകൂടി പുതിയ പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പഴയതിനെ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ട് പുതിയത് വരുന്നു. സോ ആസ് ഫാർ ആസ് ഹെൽത്ത് ഇസ് കൺസേൺ, 5 റേസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ സൺ. 3 ടൈപ്പ് UV, അതായത് UVA, B and C. അൾട്രാവയലറ്റ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്പെക്ട്രമായ വിസിബിൾ ലൈറ്റ് ആൻഡ് ഇൻഫ്രാറെഡ്. അപ്പോൾ ഈ 5 ടൈപ്പ് റേസ് ആണ് ഹെൽത്ത്, എസ്പെഷ്യലി സ്കിൻ ഹെൽത്തുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. സോ ജസ്റ്റ് ഇമാജിൻ ദ സൺ റേസ് കമ്മിങ് ഫ്രം സൺ. നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ വീഴുന്നതിന് മുമ്പ് ഒരു 10 to 17 kilometers ഇടയ്ക്ക് ദർ ഈസ് എ ഫിൽട്ടർ. എവറിബഡി നോസ് ഇറ്റ്സ് ഓസോൺ ലെയർ. ആ ഓസോൺ ലെയർ എന്ന ഫിൽട്ടർ പാസ് ചെയ്ത് വേണം ഈ UV റേസ് നമ്മുടെ സ്കിന്നിൽ പതിക്കാൻ. സോ വെൻ ഇറ്റ് പാസസ്, ഈ അൾട്രാ വയലറ്റ് C എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റ് ഓഫ്. UVBയുടെ കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് ചെയ്യും, ഫിൽട്ടർ ചെയ്ത് കളയും, അത് ഈ എർത്ത് ക്രസ്റ്റിലെത്തൂല. നെക്സ്റ്റ് ഇസ് UVA, കംപ്ലീറ്റ്ലി പാർട്ട് ഓഫ് UVB. പിന്നെ ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, ഇതെല്ലാം ഡയറക്റ്റ്ലി എർത്ത് ക്രസ്റ്റിലേക്ക് വരുന്നു. എർത്തിലെത്തിയാൽ മനുഷ്യ ശരീരവുമായിട്ടുള്ള ആ കോൺടാക്റ്റിൽ ദ ഫസ്റ്റ് ബാരിയർ ഇസ് ദ സ്കിൻ. സ്കിൻ ഇസ് എ വെരി തിൻ, ഫ്യൂ millimeters തിക്ക് മാത്രമേ ഉള്ളൂ, ബട്ട് ഇറ്റ് ഈസ് എ ടഫ് കവറിങ്. ഈ പറയുന്ന എല്ലാ എൻവയൺമെൻറ്റൽ സ്ട്രെസ്, അതായത് ക്ലൈമറ്റ്, ഹീറ്റ്, കോൾഡ്, വിൻഡ്, വാട്ട് എവർ, ഈ സൺ റേസ് ആൻഡ് എവറിത്തിങ്, ഇതിനെ തടുക്കാൻ ദ സ്കിൻ ഇസ് കേപ്പബിൾ. അപ്പോൾ ഈ സ്കിന്നിലെത്തുമ്പോൾ UVB എപ്പിഡെർമിസിൽ വരുന്നു, അത് സ്കാറ്റേർഡ് ആയി പോകുന്നു. UVA പെനിട്രേറ്റ്സ് ലിറ്റിൽ മോർ ഡീപ്പർ, അതായത് ഡെർമിസ് വരെ പെനിട്രേറ്റ് ചെയ്യുന്നു. ഈ ഇൻഫ്രാറെഡ് ആൻഡ് വിസിബിൾ ലൈറ്റ് വീണ്ടും താഴേക്ക് പോകുന്നു. ഹൈപ്പോഡെർമിസ്, അതായത് ഡെർമിസിൻ്റെയും താഴെയുള്ള ലെയർ വരെ അത് പെനിട്രേറ്റ് ചെയ്യുന്നു. വിസിബിൾ ലൈറ്റും ഇൻഫ്രാറെഡിൻ്റെയും പഠനങ്ങൾ വരുന്നതേ ഉള്ളൂ. അതായത് ഇതുവരെയും ഏറ്റവും കൂടുതൽ റിസർച്ചസ് ആർ ഡൺ വിത്ത് അൾട്രാ വയലറ്റ് സ്പെക്ട്രം. There are more researchers coming up with the bad effects of infrared and even visible light. അത് വേറൊരു വിഷയം. So taking the UVB is the most lethal. UVB ആണ് ഏറ്റവും കൂടുതൽ സ്കിൻ ക്യാൻസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ how did this happen? ഈ UVB റേസ് നമ്മുടെ സ്കിന്നിൽ വീഴുമ്പോൾ
two things happen. One is our DNA get mutated. DNA യിൽ ഡാമേജ് ഉണ്ടാകുന്നു. അപ്പോൾ ആ മ്യൂട്ടേഷൻ സസ്റ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ അത് ക്യാൻസറസ് ആകുന്നു. നമ്പർ 2, സ്കിന്നിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ആ ഇമ്മ്യൂൺ സിസ്റ്റം ഗെറ്റ് ഡിസ്റപ്റ്റഡ് അഗെയിൻ. അപ്പോൾ ഈ ക്യാൻസർ സെൽസിനെ തനതായിട്ട് നശിപ്പിക്കാൻ ബോഡിക്ക് കഴിയാതാവുന്നു. സോ ദ ക്യാൻസർ സെൽസ് ഒരു ഇൻഹിബിഷനും ഇല്ലാതെ ഗ്രോ ചെയ്യുന്നു. സോ ദിസ് ഇസ് ഹൗ ദ സ്കിൻ ക്യാൻസേഴ്സ് ഡെവലപ്പ് ഓൺ എ സ്കിൻ വിച്ച് ഇസ് ഈ യു വി റേഡിയേറ്റഡ് സ്കിന്നിൽ. അത് യു വി ബി ആണ് കൂടുതലെങ്കിൽ യു വി എക്കും അതിൻ്റെ റോളുണ്ട്. യു വി എ ഇറ്റ്സ് എ സ്ലോ കില്ലർ ഐ വുഡ് സേ. ഈ യു വി ബി ടഫാണ്, നേരെ വീഴുന്നു, സൺ ബേൺ ഉണ്ടാക്കുന്നു, സൺ ടാൻ ഉണ്ടാക്കുന്നു. സൺ ബേൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കളർ ചേഞ്ചിനെ ഒന്നുമല്ല സൺ ബേൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് തീ പൊള്ളൽ പോലെ തന്നെ പൊള്ളി ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് സൺ ബേൺ. പണ്ടത്തെക്കാൾ ഇപ്പോൾ ഇറ്റ് ഈസ് മോർ. സോ ദിസ് ചേഞ്ച് ഫ്രം ദ യു വി എ അത് സ്ലോ ആണ്. ഇറ്റ്സ് എ സ്ലോ കില്ലർ ഐ വുഡ് സേ. അത് പതുക്കെ പതുക്കെ ഞാൻ ആദ്യം പറഞ്ഞ കേസ് പോലെ over the period of time skinil premature graying, premature wrinkles, cataract, again skin cancers idakke undakno. So you must have heard about the depletion of ozone layer. ഒരു 1970s ആദ്യം അതിനെ റിപ്പോർട്ട് ചെയ്തു. 1995 was the deepest depletion. അതിനുശേഷം unfortunately it is getting repaired. Maybe interventions കൊണ്ടായിരിക്കാം. Now it is much better than how it was in 1995. So what happens, ഈ ozone layer depletion നടക്കുമ്പോൾ ഹോൾസ് വരികയാണ്. നേരത്തെ പറഞ്ഞ ഫിൽട്ടറേ നടക്കുന്നില്ല. സോ ഓൾ ദീസ് ഹാംഫുൾ ഇൻറ്റൻസ് യു വി ബി, യു വി എ ഇതെല്ലാം ഡയറക്റ്റ്ലി ജസ്റ്റ് ഫാൾസ് ഓൺ ദ സ്കിൻ. സോ ദാറ്റ്സ് ഹൗ പണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നതിനേക്കാളും മേ ബി ഈ 1970s പറയുന്നതിനേക്കാളും വി ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു സൺ റേസ് നൗ ബിക്കോസ് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. സോ ആസ് ഐ സെഡ്, ഈ സൺറേസ് വീഴുന്നു, DNA ചേഞ്ചസ് വരുന്നു. ദിസ് ഈസ് നോട്ട് എ സഡൻ തിങ്. ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ്. നമുക്കുണ്ടായ ചേഞ്ചസ് ഒരു 20-30 ഇയേഴ്സ് കഴിയുമ്പോഴേ ഇതൊരു ക്യാൻസറസ് തിങ് ആയിട്ട് മാറുന്നുള്ളൂ. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ ചെറുപ്പകാലത്ത് നമ്മൾ കൊള്ളുന്ന വെയിലാണ് ഒരു 50 വയസ്സ് കഴിയുമ്പോൾ സ്കിൻ ക്യാൻസേഴ്സ് ആയിട്ട് മാറുന്നത്. അവിടെ ഒരു ചോദ്യം വരികയാണ്, വെൻ ഷുഡ് വി സ്റ്റാർട്ട് സൺ പ്രൊട്ടക്ഷൻ? ത്രൂ ഔട്ട് ദ വേൾഡ്, ലോകമെമ്പാടുമുള്ള ഡോക്ടേഴ്സ് ഈക്വലി പറയാണ്, ഏത് പ്രായക്കാരും ആ ഇൻറ്റൻസ് സൺ, അതായത് 10 മണി മുതൽ 4 മണി വരെയുള്ള ഇൻറ്റൻസ് സൺ ട്രൈ ടു അവോയ്ഡ്. ദാറ്റ്സ് ക്വൈറ്റ് നോട്ട് പ്രാക്ടിക്കൽ ബിക്കോസ് എല്ലാവരുടെയും ജോലി സമയമാണ് 10 to 4. എവറിബഡി ഈസ് ഔട്ട്, സ്കൂൾ ആൻഡ് എവറിത്തിങ് ഇസ് ദേ. സോ യു കാൺ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ട്രൈ ടു ഗെറ്റ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദെയർ. അതായത് ഒരു പ്രൊട്ടക്ഷനിലേക്ക് പോവുക. എപ്പോഴും ഔട്ട്ഡോർസ് ജോലിയാണ്, അല്ലെങ്കിൽ ഡൂയിങ് ഒരു 2-wheeler റൈഡ് ഉള്ളവരാണെങ്കിൽ ട്രൈ ടു കവർ മാക്സിമം ക്ലോതിങ്. ഈ എക്സ്പോസ്ഡ് ഏരിയാസ് കുറയ്ക്കുക. യൂസ് എ സൺസ്ക്രീൻ. സൺസ്ക്രീൻ യൂസ് ഇസ് വെരി റാംപെന്റ് നൗ. എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു കൊടുക്കാറുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യൂ. ജസ്റ്റ് യു ഹാവ് ടു തിങ്ക് സൺസ്ക്രീൻ, ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30ക്ക് മുകളിലുള്ള സൺസ്ക്രീൻ ഇസ് ഇനഫ്. 30 ഈസ് മോർ ദൻ ഇനഫ് ഫോർ അവർ സ്കിൻ. പക്ഷേ രാവിലെ ഇടുന്ന സൺസ്ക്രീനിന് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും അതിന് ഒരു ഇഫക്റ്റും ഇല്ലാതായി പോവാണ്. വൈ? ബിക്കോസ് ആഫ്റ്റർ 3 hours these sunscreens cannot filter. So sunscreen application കറക്റ്റ് ആവണമെങ്കിൽ every 3 hours you have to repeat. അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ ഫോൾസ് ഇംപ്രഷൻ. രാവിലെ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇറങ്ങി അതുകൊണ്ട് സൺ ടാൻ വരില്ല എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു വെക്കുന്നു. that's wrong. So sunscreen application, proper sunscreen application, just not sunscreen application. പിന്നെ ഒരു കുട പിടിക്കുക പറ്റുമെങ്കിൽ, ഇറ്റ്സ് നോട്ട് ഇൻ ഫാഷൻ. ഒരു കുട പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നത് ഇറ്റ്സ് നോട്ട് എ ഫാഷനബിൾ തിങ്. പരസ്യങ്ങളിലും കാണുന്നുണ്ട് സൺസ്ക്രീൻ ഇട്ടാൽ കുടയൊന്നും വേണ്ടാന്ന്. പക്ഷേ ദാറ്റ് ഈസ് അബ്സേർഡ്. ദാറ്റ് ഈസ് റോങ് ഇൻഫർമേഷൻ. കഴിവതും ഈ നട്ടുച്ച വെയിലിന് യൂസ് എ അംബ്രല്ല. നെക്സ്റ്റ് തിങ്, ഈ വെസ്റ്റേൺ വേൾഡിൽ കാണുന്ന പോലെ പറ്റുമെങ്കിൽ ഒരു ബ്രോഡ് ബ്രിംഡ് ഹാറ്റ്. അത് സ്റ്റൈലിഷുമാണ്, പക്ഷേ ഇവിടെ നമുക്കത് അത്ര ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ. ഇറ്റ്സ് നോട്ട് യൂസ്ഡ്. ഓർ എൽസ് ഒന്നും കിട്ടിയില്ല ഒരു തണലത്തോട്ടെങ്കിലും മാറി നിൽക്കുക. ട്രൈ യൂസിങ് ഷെയ്ഡ്സ്.
This way of protecting, if you cannot do it, these are the ways to protect your body from intense sun. പല പേഷ്യൻസ് പറയാറുണ്ട്, ഞാൻ കാറിലാണ് എപ്പോഴും, അല്ലെങ്കിൽ this is not applicable to me. That's again another myth, because ഈ വിൻഡോ പെയിൻസ് കൂടി UVA റേസ് സുഖമായിട്ട് കടന്നു വരും, UVB മാത്രം റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ ഈ ക്രോണിക് UV, ഞാൻ ഫസ്റ്റ് പറഞ്ഞ കേസ് പോലെ, ഈ ക്രോണിക് UV എക്സ്പോഷർ ഇസ് ദെയർ ഈവൻ ഇഫ് യു ആർ അറ്റ് ഹോം ഓർ ഈവൻ ഇഫ് യു ഇൻറ്റൻസിറ്റി കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ UV ഇൻഡ്യൂസ്ഡ് ഡെർമറ്റോസിസ് വിൽ ഹാപ്പൻ. ഈ particular thing, if it is a cloudy day, another interesting phenomenon, if for a cloudy day മഴക്കാറുണ്ടെങ്കിൽ 80% of UVA അതിൽ പാസ് ചെയ്യണു. Again, it's not an excuse that ഇന്ന് വെയിൽ അധികം ഇല്ലായിരുന്നു, ക്ലൗഡ് ആയിരുന്നു. So sunlightൻ്റെ മാത്രമല്ല, UV rays is something different. Sunlight is visible light. UV rays are there all throughout. ഒരു ഡേയിൽ നോക്കിയാൽ 94% or 95% UVA റേസ് എല്ലാ സമയങ്ങളിലും ഉണ്ട്, ഈവൻ ഇഫ് ഇറ്റ്സ് വിൻ്റർ ഓർ എനി സോർട്ട് ഓഫ് എ വെദർ. എല്ലാവർക്കും ഈ സൺറേസ് പ്രശ്നമാണോ? ദാറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ, ബിക്കോസ് ഹൂവെവർ ഈ വെയിലടിക്കുകയോ ഈ സൺറേസ് വരുന്ന എല്ലാവർക്കും ഇത് ബാധകമാണോ എന്നുള്ളതാണ് അടുത്തത്. എവ്രിബഡി നോസ് വൈറ്റ് സ്കിൻ റേസിനാണ് കൂടുതൽ chance of getting skin cancers. Why? Because avarku nammade protective melanin layer illa. It's a natural sunscreen which we have. Nammade brown skin ulla oru protective melanin layer undu, that is lacking in white skin rays. Avarku idu direct damage aanu undakkunna nammalekaalum. ennu vechu dark skin il ee cancers illa ennundo? Again, that is wrong. Dark skin ilum idhe cancers varam. പക്ഷേ the difference is, ഇപ്പോൾ white skin rays il a lot of avarku avabodham ഒരുപാടുണ്ട്. എവിടെ പോയാലും സ്കിൻ ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ്, hospitals, wherever you go, they are much aware. Because it's said that every 1 in 5 American in their lifetime will get a skin cancer. അത്രയ്ക്ക് പ്രിവലൻ്റ് ആണ്. So they are aware of it. എല്ലാവരും ആ ഒരു ചെറിയ ചേഞ്ച് ഇൻ ദ ബോഡി, they just go and check. So it is detected in a much early stage. Detection rate ആണ് അവിടെ ഏറ്റവും കൂടുതൽ. പക്ഷേ നമുക്കിവിടെ ഡാർക്ക് സ്കിൻ റേസിൽ അതിൻ്റെ അവബോധം വളരെ 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 കുറവാണ്. We think that we will not get skin cancer. So then what will happen? ഒരു സ്കിൻ ക്യാൻസർ വന്നാൽ they will present to the doctor very late. ഏറ്റവും ലേറ്റ് സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്ന് കാണിക്കുക. ഇതും again it's an important ഗൗരവേറിയ ഒരു കാര്യമാണ്. So even though we are protected with melanin, we fail to detect cancers. Who is there? I mean, ആരൊക്കെയാണത് ശ്രദ്ധിക്കേണ്ടത്? മേ ബി ഇറ്റ്സ് എ വൈറ്റ് സ്കിൻ, ആദ്യം പറഞ്ഞ പോലെ ലൈറ്റ് കളേർഡ് ഹെയർ, കണ്ണ് ലൈറ്റ് ആയിട്ടുള്ളവർ, ഈ ജോലി സംബന്ധമായിട്ടോ whatever, if they are outside the sun too much, ഈ ഹൈഡ്രോകാർബൺസ്, കെമിക്കൽസ്, ഇതുപോലുള്ള ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നത്, റേഡിയേഷൻ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നവർ, ദീസ് പീപ്പിൾ, അല്ലെങ്കിൽ തന്നെ അഥവാ ധാരാളം മോൾസ് ദേഹത്തുള്ള ആളുകൾ, ഐ മീൻ ജനറ്റിക്കലി ദേ ആർ പ്രോൺ ടു ദിസ്. എന്തെങ്കിലും ചേഞ്ചസ്, ഇഫ് ദേ സീ ബ്ലാക്ക് മോൾ ചേഞ്ചിങ്, അത് വികസിക്കുന്നു, ബ്ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് എൻ അൾസർ വിച്ച് ലുക്സ് അബ്നോർമൽ, please go to the doctor and check. ഈ പറഞ്ഞ skin cancers അല്ലാതെ what else can sun cause? Lot of allergies. ഒരു വലിയ array of skin allergies ഉണ്ട്. Dermatitis, psoriasis പോലെയോ എക്സിമ പോലെയുള്ള കാര്യങ്ങൾ കൂടുന്നു. As part of collagen vascular disease, you get photosensitivity. A lot of things in there. Unfortunate ആൾക്കാരുണ്ട് where they have genetic photosensitivity. Genetically തന്നെ അവർക്ക് നോർമൽ സണ്ണ് പോലും അടിക്കാൻ പറ്റാത്ത അവസ്ഥ. So these are all very very pathetic conditions which can influence your skin, ഈ UV rays and the skin. But ഇത്രയും പറയുമ്പോൾ the question is sun this much harmful to your skin? ഇതിന് വേറെ ഒരു ഗുണവും ഇല്ല നമ്മുടെ സ്കിന്നിൽ. That's another important thing to say. Sun is a huge source of energy. നമ്മുടെ ഈ body എന്നല്ല, this entire world is being sustained by sun.
the energy from the sun. It's a natural sterilizing agent. നമ്മൾ വസ്ത്രമൊക്കെ പുറത്ത് ഇട്ട് ഉണക്കിയെടുക്കുന്നു. Why? It destroys all the bacteria. But still, people are afraid of sun in some way. Another very important, ഇപ്പോൾ recent studies വരുന്നു, അതായത് it elevates our mood. ഇളം വെയിൽ കൊള്ളുന്നത് mood elevation നല്ലതാണ്, ഡിപ്രഷന് ചികിത്സയാണത്. So these ways of beneficial things are coming up. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന another thing is vitamin D deficiency. That's also quite common now. Vitamin D deficiency ഇപ്പോൾ ഒരുപാട് ചർച്ചാ വിഷയമാകുന്നു, because vitamin D is not just a vitamin, it's a hormone. Because it's അത് മറ്റുള്ള വൈറ്റമിന് ഡിഫറൻസ് വരുന്നത്, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ഓൺ ബോഡി. മറ്റുള്ളത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നു. വൈറ്റമിൻ ഡി ഈസ് വെരി വെരി നെഗ്ലിജിബിൾ. ഭക്ഷണത്തിൽ നിന്ന് അത്ര അത് സീറോ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ അവർ ഓൺ സ്കിൻ ബൈ UVB. UVB വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സിന്തറ്റിക് പാത്വേയിലാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത്. ഇറ്റ് ഗെറ്റ്സ് absorbed into the circulation. So vitamin D നമ്മുടെ സ്കിന്നിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. It is important for your other body hormones, immune system, bone, teeth, hair, lot, nervous system. ഇതെല്ലാം it's depend on vitamin D. പക്ഷേ there is a twist in this. The more darker the skin, lesser the vitamin D production. അത് ഒന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ കിട്ടും, because UVB rays are being absorbed or filtered by melanin. So it's difficult. More darker the skin, darker races le vitamin D synthesis koravaanu kaanapadunu from the when you compare it with the white skin race. With this, just think about another aspect of skin color. There is an interesting study. അതൊരു 2010 ഒരു അമേരിക്കൻ പാലിയോബയോളജിസ്റ്റ് ഉണ്ട്, നീന ജബ്ലോൺസ്കി. She has done a beautiful study on evolution of skin color and role of UVB. You can always imagine a world map in the picture with a central equator. ആ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ UV rays വീഴുന്ന ഭാഗമാണ്. So at that point, ആ ഭാഗത്തിൻ്റെ മേലെയും താഴെയുള്ള എല്ലാ രാജ്യത്തും it's dark skin. You know that African, South American, ഇതെല്ലാം darker skin ആണ്. This was a evolutionary thing. അതായത് ആ ഒരു മനുഷ്യനുണ്ടായ സമയത്ത് I think the ancient civilization started from the African and the South American continent. So അവിടെയുള്ള dark skin race, it had that melanin build ചെയ്യേണ്ടത് ഒരു ആവശ്യമായിരുന്നു. It's an evolutionary necessity. Melanin build ചെയ്തു, UV rays തടുത്തു. The man was protected from skin cancer. മാത്രമല്ല, it was protected from folate deficiency. Folic acidനെയും അത് പ്രൊട്ടക്റ്റ് ചെയ്തു. ഫോളിക് ആസിഡ് എന്തിനാണ് നമുക്ക്? ഇറ്റ് ഈസ് എ DNA പാത്വേയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഫോളേറ്റ്. DNA സസ്റ്റെയിനിങ് ആ ലൈഫ്, ഈ പ്രത്യുൽപാദന ശേഷി, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം സ്പീഷീസ് മുന്നോട്ട് പോകണമെങ്കിൽ. സോ മെലാനിൻ ഹാഡ് 2 roles, like it protecting from cancers, protecting the folate from depleting. ഇത് when migration started, ഇവർ പോളാർ ഏരിയയിലോട്ട് പോയപ്പോൾ the skin became lighter because they didn't want that melanin protection. Skin became lighter. അൾട്രാവയലറ്റ് രശ്മികൾ കുറച്ച് ലൈറ്ററായി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും. Another aspect of thinking, vitamin D thicker skinil illa ennu parayunu. മേലേക്ക് പോകുമ്പോൾ UVB is less, so they need vitamin D. അതുകൊണ്ട് melanin കുറച്ചു, so that vitamin D can be synthesized even in the white skin. So this was an evolutionary story. So when you look at the skin color, it says a lot of things about your origin, where you come from, why are you like this, why did we get this kind of a skin color. ഇത് സ്കിൻ കളർ നമുക്ക് ഒരു അതത് സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ദയവായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊട്ടക്ഷനാണ് യുവർ സ്കിൻ കളർ. സോ ഇപ്പോൾ വെള്ളക്കാർ ടാൻ ചെയ്ത് ബ്രൗൺ ആകാൻ നോക്കിയാൽ ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദ നേച്ചർ. അതുപോലെ നമ്മുടെ ബ്രൗൺ സ്കിൻ
if they try all sorts to become fair, ഇപ്പോൾ അതൊരു ഭയങ്കര മൂവ്മെൻ്റ് ആണ്, ഏത് കറുത്ത ആൾക്കും വെളുക്കാം. They are making people fair. That is also against nature. A lot of adverse side effects can occur when you move out from the nature. So to conclude, I would say, respect our sun. You have to accept your skin color and accept the nature. Thank you.